സർ ഒന്ന് എണീക്കൂ സർ. സർ ഒന്ന് എഴുന്നേക്കൂ. ഈ രാത്രി താനിത് എവിടെ പോവാ? തനിക്ക് ഉറക്കൊന്നുമില്ലേ? രാത്രിയല്ല സർ, നേരം പുലർന്നു. എവിടെ നേരം പുലർന്നു പറഞ്ഞിട്ട്? അയ്യോ സർ, വെളുപ്പിനെയാണ്. എന്തിനാ നന്ദിനി ഈ വെളുപ്പിന് എന്നെ വിളിച്ചുണർത്തുന്നത്? എനിക്കതൊന്നും ശീലമില്ലെന്ന് അറിഞ്ഞൂടെ? ഇന്ന് വിഷുവാ, കണി കാണണം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട് സർ, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം. സാർ എഴുന്നേറ്റ് വന്നാ മതി. എനിക്ക് ഉറങ്ങണം നന്ദിനി. എല്ലാരും സാറിനെ കാത്തു നിൽക്കുക. വരുന്നുണ്ടോന്ന്? ശരി. എങ്ങനെയാ കണി കാണിക്കാൻ കൊണ്ടുപോവാറ്? അവിടെ ചെന്ന് കണിയുടെ മുന്നിൽ എത്തിയാലേ കണ്ണു തുറക്കാൻ പാടുള്ളൂ. അപ്പൊ തന്റെ കണ്ണാര് പൊത്തും? ഞാനല്ലേ കണി ഒരുക്കിയത്, അപ്പൊ എന്റെ കണ്ണാരും പൊത്തേണ്ട കാര്യമില്ല. മിണ്ടാ, നടന്നിങ്ങോട്ട്. വീഴുവോ? വെളുപ്പിനെ തന്നെ ഈ കണ്ണുപൊത്തിക്കളി കൊള്ളാൻ കേട്ടാ. എനിക്കിതൊക്കെ ലൈഫിൽ പുതിയ എക്സ്പീരിയൻസ് ആണ്. നടക്ക് നടക്ക്. വീഴുവോ? സൂക്ഷിച്ച് സൂക്ഷിച്ച്. എവിടെ എത്തിയില്ലേ? ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛൻ കണ്ണു മൂടിയിട്ടാണോ അതോ? എന്റെ കണ്ണാരും കെട്ടിയിട്ടില്ല. നീ കണി കാണാൻ നോക്ക്. ഇനി കണി കണ്ടോളൂ. This is great. പതുക്കെ കണ്ണു തുറക്കല്ലേ. കണ്ണന്റെ മുന്നിൽ എത്തിയിട്ട് വേണം കണ്ണു തുറക്കാൻ. ഇതൊക്കെ കാണുമ്പോഴാണ് ആഘോഷ ദിവസത്തിനൊരർത്ഥം ഉണ്ടാവുന്നത്. എന്റെ കുടുംബം കൂടി ഇതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ. എപ്പാണ്? പതുക്കെ പതുക്കെ ഇറങ്ങണം. പതുക്കെ മുന്നോട്ട് പോട്ടെ. പതുക്കെ പിടിച്ചോ. പതുക്കെ പിടിച്ചിറങ്ങിയാ മതി. പതുക്കെ. ആഹാ, നിങ്ങളും എത്തിയോ? തൊഴുതോളൂ. സാറേ, മാഡം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പോയി വിളിക്കാം. എന്തിനാ? നല്ലൊരു ദിവസം രാവിലെ തന്നെ നശിപ്പിക്കണോ? നീ മിണ്ടാതിരിക്കുക.
മാറി നിൽക്ക്. അത് ശരി, താൻ റെഡിയായി വരുമായിരുന്നു. എങ്ങോട്ട്? വിഷുക്കണി കാണാൻ. താഴെ എല്ലാരും കണി കണ്ടു നിൽക്കുക. ഇനി അവിടെ തന്റെ ഒരു കുറവേ ഉള്ളൂ. എനിക്ക് കണിയൊന്നും കാണണ്ട. എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല. ദേ, എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് 10 മണിക്ക്. 4 മണിക്കൂർ യാത്രയാ. അതാ ഞാനിപ്പോ റെഡിയായിട്ട് ഇറങ്ങിയ. എടോ, ഇന്നത്തെ ദിവസം ഈ മീറ്റിംഗ് ഒന്നും ഒഴിവാക്കായിരുന്നില്ലേ? കമ്പനി കാര്യങ്ങളെ ഞാൻ നോക്കി നടത്തില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒന്ന് കേറിയിരിക്കുന്നില്ലേ? അവരെ പോലെ നമ്മളും തെരുവിൽ കിടക്കേണ്ടി വരും. നമ്മുടെ കുടുംബവും. അച്ഛനും മോനും അത്രയ്ക്ക് ശ്രദ്ധയല്ലേ? ഓക്കെ, രാവിലെ തന്നെ ഞാനൊരു തർക്കത്തിനില്ല. താനൊരു കാര്യം ചെയ്യും, അവിടെ വന്ന് കണി ഒന്ന് തൊഴുത് എല്ലാവർക്കും കൈനീട്ടം കൊടുത്തിട്ട് പോയിക്കൊള്ളു. പത്മ, തന്നെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും സൂര്യ പാഴാക്കാറില്ല, അതറിയാലോ. ഇപ്പൊ താനതിൽ പങ്കെടുത്തില്ലെങ്കിൽ അവന്റെ വൈരാഗ്യം കൂടെയുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, താൻ വാ. മമ്മി വരില്ല. വന്നാ കാണേണ്ടത് ഈ ദുശകനങ്ങളെയല്ലേ? എന്നാ പിന്നെ എപ്പോഴും പതിവ് പോലെ കൈനീട്ടം തന്റെ വകയാവട്ടെ. രാജു. ആ സാർ. നമസ്തേ മാഡം. സുമ, ഇനി നന്ദിനിയുടെ മുത്തശ്ശിക്ക. എനിക്ക് സമയായി. പത്മയ്ക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതാ. സുമാ, എന്താ മാഡം? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിരിക്കണം, കേട്ടല്ലോ? ആ, അങ്ങനെ ആദ്യമായിട്ട് എന്റെ അമ്മ നല്ലൊരു കാര്യം ചെയ്തു. ഒരു നല്ല ദിവസം നമുക്കായിട്ട് അങ്ങ് വിട്ടു തന്നു, അല്ല അച്ഛാ? നീ ഒന്ന് മിണ്ടാതിരിക്കും. സുദേവ, ആ അതെ, ഇനി കളികളോ ചിരികളോ സന്തോഷമോ എന്തു വേണമെങ്കിലും ആവാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ